ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. നമ്മൾ അവാർഡുകൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടൺ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക. അവാർഡുകളുടെ 2023 പ്രധാനപ്പെട്ട അവാർഡുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ SCERT കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് PSC ബേസിക്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. SCERT ഫിനിഷിംഗ് മന്ത്ര വഴി നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ SCERT പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. കേരള പുരസ്കാരങ്ങൾ 2023 ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, കേരള പുരസ്കാരങ്ങൾ എന്ന പേരിൽ നമ്മളിപ്പോൾ പത്മശ്രീ, പത്മഭൂഷൺ, അതേ രീതിയിൽ ആരംഭിച്ചിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള പുരസ്കാരമാണ് കേരള പുരസ്കാരങ്ങൾ 2023. ഇത് പ്രധാനമായിട്ടും 3 കാറ്റഗറിയിലാണ് കൊടുക്കുന്നത്. ഒന്ന് കേരള ജ്യോതി പുരസ്കാരം. കേരള ജ്യോതി പുരസ്കാരം 2023 കിട്ടിയത് സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് ടി പത്മനാഭനാണ്. സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് ടി പത്മനാഭനാണ് കേരള ജ്യോതി പുരസ്കാരം 2023 ലഭിച്ചത്. കേരള പ്രഭ പുരസ്കാരം കിട്ടിയത് സാമൂഹിക സേവന സിവിൽ സർവീസ് മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് ജസ്റ്റിസ് റിട്ടയർ M. ഫാത്തിമ ബീവിക്കാണ്. ഇടയ്ക്ക് അന്തരിച്ചതാണ് M. ഫാത്തിമ ബീവി. കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത്. കലാമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് സൂര്യകൃഷ്ണമൂർത്തിക്ക് കേരള പ്രഭ പുരസ്കാരം കിട്ടിയത്. അപ്പൊ കേരള ജ്യോതി പുരസ്കാരം കിട്ടിയത് ടി പത്മനാഭനും കേരള പ്രഭ പുരസ്കാരം കിട്ടിയത് 2 പേർക്കാണ്. ഒന്ന് ഫാത്തിമ ബീവിക്കും, പിന്നെ കലാമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് സൂര്യകൃഷ്ണമൂർത്തിക്കുമാണ് കിട്ടിയത്. അടുത്തത് കേരള ശ്രീ കിട്ടിയത് മൊത്തം 5 പേർക്കാണ്. സാമൂഹ്യ സേവന മേഖലയിൽ പുനലൂർ സോമരാജന്, ആരോഗ്യ മേഖലയിൽ ഡോക്ടർ VP ഗംഗാധരന്, വ്യവസായ വാണിജ്യ മേഖലയിൽ രവി DC നിങ്ങൾക്കറിയാലോ, രവി DC, സിവിൽ സർവീസ് മേഖലയിൽ KM ചന്ദ്രശേഖരന്, കലാസംഗീതം വിഭാഗത്തിൽ രമേശ് നാരായണന്. ഇങ്ങനെ 5 പേർക്കാണ് കേരളശ്രീ അവാർഡ് കിട്ടിയത്. പുനലൂർ സോമരാജൻ സാമൂഹ്യ സേവന മേഖല, ഡോക്ടർ VP ഗംഗാധരൻ ആരോഗ്യ മേഖല, വ്യവസായ വാണിജ്യ മേഖലയിൽ നിന്ന് രവി DC, KM ചന്ദ്രശേഖർ സിവിൽ സർവീസ് മേഖലയിൽ നിന്ന്, കലാസംഗീതം രമേശ് നാരായണൻ. അപ്പോൾ കേരള പുരസ്കാരങ്ങൾ 2023 പ്രധാനമായിട്ട് 3 കേരള ജ്യോതി, കേരള പ്രഭ, കേരളശ്രീ. മനസ്സിലായല്ലോ. അടുത്തത് 14ാമത് JC ഡാനിയൽ പുരസ്കാരങ്ങളാണ്. JC ഡാനിയൽ ഫൗണ്ടേഷന്റെ 14ാം ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമയായിട്ട് എടുത്തത് എന്നാ താൻ കേസ് കൊടുന്നാണ്. രതീഷ് ബാലകൃഷ്ണ പൊതുവാളിൻ്റെതാണ്, സംവിധാനം ചെയ്തതാണ് എന്നാ താൻ കേസ് കൊട്. അപ്പൊ എന്നാ താൻ കേസ് കൊട് എന്ന് പറയുന്ന സിനിമ മികച്ച സിനിമയായിട്ട് എടുത്തു. രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ് അത് സംവിധാനം ചെയ്തത്. മികച്ച നടനായിട്ട് എടുത്തത് എന്നാ താൻ കേസ് കൊട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കുഞ്ചാക്കോ ബോബനാണ്. മികച്ച നടിയാണെങ്കിലോ വെള്ളരിപ്പട്ടണം, ആയിഷ, ഈ 2 സിനിമയിലെ അഭിനയത്തിന് മഞ്ജു വാര്യറിനെയാണ് JC ഡാനിയൽ പുരസ്കാരം കിട്ടിയത്. മികച്ച സംവിധായകനായിട്ട് എടുത്തത് മഹേഷ് നാരായണനെയാണ്. അറിയിപ്പ് എന്ന ചിത്രത്തിന്റെ സംവിധാനത്തിനാണ് മഹേഷ് നാരായണന് മികച്ച സംവിധായകൻ അവാർഡ് ലഭിച്ചത്. സ്വഭാവ നടൻ സുധീർ കരമനയാണ് പുലിയാട്ടം എന്ന സിനിമയിൽ. സ്വഭാവ നടിയായിട്ട് എടുത്തത് പൗളി വിൽസൺ അപ്പൻ എന്ന സിനിമയിലാണ്. മികച്ച ബാലനടനായിട്ട് എടുത്തത് P. ആത്രേയാണ്. മോമോ ഇൻ ദുബായ് എന്ന സിനിമയിലെ അഭിനയത്തില് P. ആത്രേയെ എടുത്തത്. മികച്ച ബാലനടിയായത് ദേവാനന്ദ GB ആണ്. മാളികപ്പുറം സിനിമയിലേത്. ആരാണ്? ദേവാനന്ദ GB. അടുത്തത് 2023 വയലാർ സാഹിത്യ അവാർഡ് കിട്ടിയത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ജീവിതം ഒരു പെൻഡുലം എന്ന ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയ്ക്കാണ് അവാർഡ് കിട്ടിയത്. 2023 വയലാർ സാഹിത്യ അവാർഡ് കിട്ടിയത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് അവാർഡ് ലഭിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ JC ഡാനിയൽ പുരസ്കാരം കിട്ടിയത് TV ചന്ദ്രനാണ്. JC ഡാനിയൽ പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്? TV ചന്ദ്രനാണ്. P. ഗോവിന്ദപിള്ളയുടെ സ്മരണാർത്ഥം നൽകുന്ന 3ാമത് PG സംസ്കൃതി പുരസ്കാരം കിട്ടിയത് അരുന്ധതി റോയ്ക്കാണ്. PG സംസ്കൃതി പുരസ്കാരം കിട്ടിയത് അരുന്ധതി റോയ്ക്കാണ്. ആംസ്റ്റർഡാം സെപ്റ്റിമൈസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനുള്ള
പുരസ്കാരം കിട്ടിയത് ടോവിനോ തോമസിന് 2018 എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം കിട്ടിയത്. ആംസ്റ്റർഡാം സെപ്റ്റിമിയസ് അവാർഡില് മികച്ച ഏഷ്യൻ നടനുള്ള പുരസ്കാരമാണ് ടോവിനോ തോമസിന് കിട്ടിയത്. 2018 എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് അവാർഡ് ലഭിച്ചത്. അടുത്തത് വിക്രം സാരാഭായി സയൻസ് ഫൗണ്ടേഷന്റെ പ്രഥമ വിക്രം സാരാഭായി വിജ്ഞാൻ പുരസ്കാരം നേടിയത് ISROയുടെ നിലവിലെ ചെയർമാനായ S സോമനാഥിനാണ്. വിക്രം സാരാഭായി സയൻസ് ഫൗണ്ടേഷന്റെ പ്രഥമ വിക്രം സാരാഭായി വിജ്ഞാൻ പുരസ്കാരം കിട്ടിയത് ISRO ചെയർമാനായ S സോമനാഥനാണ്. കല, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിൽ സമഗ്ര സംഭാവനയ്ക്ക് നൽകിയിട്ടുള്ള വ്യക്തിക്കുള്ള നിയമസഭാ അവാർഡ് കിട്ടിയത് MT വാസുദേവൻ നായർക്കാണ്. എന്താണ്? കല, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിൽ സമഗ്ര സംഭാവന നൽകിയ വ്യക്തിക്കുള്ള നിയമസഭാ അവാർഡ് കിട്ടിയത് MT വാസുദേവൻ നായർക്കാണ്. അമേരിക്കയുടെ പരമോന്നത ശാസ്ത്ര ബഹുമതി ലഭിച്ച ഇന്ത്യൻ വംശജരാണ് അശോക് ഗാഡ്ഗിലും സുബ്ര സുരേഷും. അപ്പൊ ആരൊക്കെയാണ് അശോക് ഗാഡ്ഗിലും സുബ്ര സുരേഷും? അമേരിക്കയുടെ പരമോന്നത ശാസ്ത്ര ബഹുമതി ലഭിച്ച ഇന്ത്യൻ വംശജരാണ് അശോക് ഗാഡ്ഗില്, സുബ്ര സുരേഷ്. ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ ലീജിയണൽ ദ ഹോണർ പുരസ്കാരം ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞയാണ് VR ലളിതാംബിക. അപ്പൊ VR ലളിതാംബിക ആരാണ്? ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ ലീജിയണൽ ദ ഹോണർ എന്ന പുരസ്കാരം ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞയാണ്. സിംഗപ്പൂരിന്റെ പരമോന്നത കലാ പുരസ്കാരമായ കൾച്ചറൽ മെഡലിയൻ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വംശജയാണ് മീര ചന്ദ്. സിംഗപ്പൂരിന്റെ പരമോന്നത കലാ പുരസ്കാരമായ കൾച്ചറൽ മെഡലിയൻ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വംശജയാണ് മീര ചന്ദ്. ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടിയത് ഇന്ത്യൻ വംശജയായ നന്ദിനി ദാസ് ആണ്. ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടിയത് ഇന്ത്യൻ വംശജയായ നന്ദിനി ദാസ് ആണ്. കോർട്ടിംഗ് ഇന്ത്യ, ഇംഗ്ലണ്ട്, മുഗൾ ഇന്ത്യ ആൻഡ് ദ ഒറിജിൻ ഓഫ് എംപയർ എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം കിട്ടിയത്. അപ്പോൾ ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് കിട്ടിയത് ഇന്ത്യൻ വംശജയായ നന്ദിനി ദാസിനാണ്. കോർട്ടിംഗ് ഇന്ത്യ, ഇംഗ്ലണ്ട്, മുഗൾ ഇന്ത്യ ആൻഡ് ദ ഒറിജിൻ ഓഫ് എംപയർ എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം കിട്ടിയത്. ഡച്ച് നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന സ്പിനോസ പുരസ്കാരം 2023 നേടിയത് ഇന്ത്യൻ വംശജയായ ജോയിദ ഗുപ്തയാണ്. ഡച്ച് നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന സ്പിനോസ പുരസ്കാരം 2023 നേടിയത് ഇന്ത്യൻ വംശജയായ ജോയിദ ഗുപ്തയാണ്. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ 2022 കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായത് PK രാമചന്ദ്രൻ നായരാണ്. അഗ്രോ ഫോറസ്ട്രി വിദഗ്ധനും ഫ്ലോറിഡ സർവകലാശാലയിലെ ഡിസ്റ്റിങ്ഷ്ഡ് പ്രൊഫസറുമാണ് PK രാമചന്ദ്രൻ നായർ. ഇദ്ദേഹമാണ് സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ 2022 കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായത്. ആരാണ്? PK രാമചന്ദ്രൻ നായർ. അടുത്തത് ഇറാനിൽ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായ രക്തസാക്ഷിത്വത്തിലൂടെ മരണാനന്തര ബഹുമതിയായി യൂറോപ്യൻ യൂണിയന്റെ മനുഷ്യാവകാശ പുരസ്കാരം നേടിയ വനിതയാണ് മഹ്സ അമീനി. അപ്പൊ മഹ്സ അമീനിക്ക് എന്തിനാണ് കിട്ടിയത്? ഇറാനിൽ ഒരു ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായ ഒരു രക്തസാക്ഷിത്വത്തിലൂടെ മരണാനന്തര ബഹുമതിയായ യൂറോപ്യൻ യൂണിയന്റെ മനുഷ്യാവകാശ പുരസ്കാരം നേടിയ വനിതയാണ് മഹ്സ അമീനി. കേരള മീഡിയ അക്കാദമിയുടെ ഇന്ത്യൻ മീഡിയ പേഴ്സൺ പുരസ്കാരം കിട്ടിയത് കരൺ ഥാപ്പറിനാണ്. പ്രഗത്ഭ പങ്ക്തി എഴുത്തുകാരനും TV അവതാരകനുമാണ് കരൺ ഥാപ്പർ. പിന്നെ NDTV മുൻ എക്സിക്യൂട്ടീവ് എഡിറ്ററായ രവീഷ് കുമാറിനും കിട്ടി. കേരള മീഡിയ അക്കാദമിയുടെ ഇന്ത്യൻ മീഡിയ പേഴ്സൺ പുരസ്കാരം കിട്ടിയത് കരൺ ഥാപ്പറിനും രവീഷ് കുമാറിനും. മികച്ച പ്രാദേശിക പത്രപ്രവർത്തനത്തിലുള്ള ഡോക്ടർ മൂർക്കന്നൂർ നാരായണൻ അവാർഡ് കിട്ടിയത് മാതൃഭൂമിയിലെ B അശോകിനാണ്. മികച്ച പ്രാദേശിക പത്രപ്രവർത്തനത്തിലുള്ള ഡോക്ടർ മൂർക്കന്നൂർ നാരായണൻ അവാർഡാണ് B അശോകിന് ലഭിച്ചത്. CH മുഹമ്മദ് കോയയുടെ പേരിൽ കുടുംബം ആരംഭിച്ച CH മുഹമ്മദ് കോയ ഫൗണ്ടേഷന്റെ പ്രഥമ പുരസ്കാരം കിട്ടിയത് MA യൂസഫ് അലിയാണ്. MA യൂസഫ് അലിക്ക്. സംസ്ഥാന സർക്കാരിന്റെ വയോജന സേവന പുരസ്കാരം കിട്ടിയത് നടൻ മധുവിനും ചെറുവയൽ രാമനും. നിങ്ങൾക്കറിയാം, നെല്ലിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ
പത്മശ്രീ അവാർഡൊക്കെ കിട്ടിയ ആളാണ് ചെറുവയൽ രാമൻ. ചെറുവയൽ രാമനും നടൻ മധുവിനുമാണ് സംസ്ഥാന സർക്കാരിന്റെ വയോജന സേവന പുരസ്കാരം കിട്ടിയത്. ദേവസ്വത്തിന്റെ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം കിട്ടിയത് മധുരൈ TN ശേഷഗോപാലനാണ്. ദേവസ്വത്തിന്റെ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം കിട്ടിയത് മധുരൈ, ചെമ്പൈ മധുരൈ, അങ്ങനെ പഠിക്കാം. മധുരൈ TN ശേഷഗോപാലൻ. മികച്ച സാമൂഹിക പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് ഇമ്പോർട്ടന്റ് ആണ്, മേധാ പട്കറിനാണ്. മികച്ച സാമൂഹിക പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം കിട്ടിയത് മേധാ പട്കറിനാണ്. അടുത്ത ചോദ്യം, അടുത്തത് ഏതാണ്? 2023 നോബൽ സമ്മാന ജേതാക്കളാണ്. ജസ്റ്റ് പറഞ്ഞു പോണതേ ഉള്ളൂ. ഞാനിത് കോഡൊക്കെ യൂസ് ചെയ്തിട്ട് ഇട്ടിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ അതെടുത്ത് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. 2023 നോബൽ സമ്മാന ജേതാക്കൾ വൈദ്യശാസ്ത്രത്തിലെ കാറ്റലിൻ കാരിക്കോയും ഡ്രൂ വെയ്സ്മാനുമാണ്. കാറ്റലിൻ കാരിക്കോയും ഡ്രൂ വെയ്സ്മാനും. ഭൗതിക ശാസ്ത്രത്തിലാണെങ്കിലോ പിയറി അഗോസ്റ്റിനി, ഫെറൻ ക്രൗസ്, ആൻ ലൂലിയെ. രസതന്ത്രത്തിലാണെങ്കിൽ ലൂയിസ് ബ്രൂസ്, അലക്സ് ഐക്കുമോവ്, മൗഗി ജെ ബാവണ്ടി. സാഹിത്യമാണെങ്കിൽ യോൺ ഫോസയാണ്. ഇനി സമാധാനത്തിനാണെങ്കിൽ സമാധാനത്തിന് കിട്ടിയത് നർഗസ് മുഹമ്മദിക്കാണ്. നർഗസ് മുഹമ്മദിക്ക്. സാമ്പത്തിക ശാസ്ത്രം ക്ലോഡിയ ഗോൾഡിനാണ് കിട്ടിയത്. സാമ്പത്തിക ശാസ്ത്രത്തില് ക്ലോഡിയ ഗോൾഡിനാണ് കിട്ടിയത്. അടുത്തത് ബാലൻഡിയോർ പുരസ്കാരമാണ്. മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള 2023 ബാലൻഡിയോർ പുരസ്കാരം ലയണൽ മെസ്സിക്കാണ് ലഭിച്ചത്. അപ്പോൾ ആർക്കാണ്? മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനാണ് കൊടുക്കുന്നത് ബാലൻഡിയോർ പുരസ്കാരം. ഈ ബാലൻഡിയോർ പുരസ്കാരം 2023 കിട്ടിയത് ലയണൽ മെസ്സിക്കാണ്. വനിതാ വിഭാഗത്തിൽ സ്പാനിഷ് താരം എയാറ്റിന ബോൺമാർട്ടിക്കാണ് കിട്ടിയത്. എയാറ്റിന ബോൺമാർട്ടി. മികച്ച സ്ട്രൈക്കർക്കുള്ള പുരസ്കാരം കിട്ടിയത് എർലിൻ ഹാളണ്ടിനും മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം കിട്ടിയത് എമിലിയാനോ മാർട്ടിനസിനുമാണ്. മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചതിനുള്ള പുരസ്കാരം വിനീഷ്യസ് ജൂനിയർ നേടി. വിനീഷ്യസ് ജൂനിയർ. മാഞ്ചസ്റ്റർ സിറ്റിയാണ് മികച്ച പുരുഷ ടീം. മാഞ്ചസ്റ്റർ സിറ്റിയാണ് മികച്ച പുരുഷ ടീം. FC ബാഴ്സലോണയാണ് മികച്ച വനിതാ ടീമായിട്ടുള്ളത്. അപ്പോൾ ബാലൻഡിയോർ പുരസ്കാരം മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിന് കിട്ടിയത് ആർക്കാണ്? ലയണൽ മെസ്സിക്കാണ്. വനിതാ വിഭാഗത്തിൽ എയറ്റ്ന ബോൺമാർട്ടിക്ക് കിട്ടി. മികച്ച സ്ട്രൈക്കർക്ക് എർലിൻ ഹാളണ്ട്. മികച്ച ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്. അടുത്തത് മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചതിനുള്ള പുരസ്കാരം കിട്ടിയത് വിനീഷ്യസ് ജൂനിയർ. വിനീഷ്യസ് ജൂനിയറിനെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. മാഞ്ചസ്റ്റർ സിറ്റിയാണ് മികച്ച പുരുഷ ടീം. FC ബാഴ്സലോണയാണ് മികച്ച വനിതാ ടീം. ഏഷ്യയുടെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന രമൺ മാഗ്സസെ പുരസ്കാരം 2023 നേടിയ ഇന്ത്യക്കാരൻ ഡോക്ടർ രവി കണ്ണനാണ്. ഏഷ്യയുടെ നോബൽ സമ്മാനമാണ് രമൺ മാഗ്സസെ അവാർഡ്. ഈ രമൺ മാഗ്സസെ പുരസ്കാരം കിട്ടിയത് ഇന്ത്യക്കാരനാണ് 2023 ഡോക്ടർ രവി കണ്ണനാണ്. ലതാ മങ്കേഷ്കർ പുരസ്കാരം നേടിയ പിന്നണി ഗായകനാണ് സുരേഷ് വാഡ്കർ. സുരേഷ് വാഡ്കറിനാണ് ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത്. സോറി 2023 പത്മപ്രഭ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രനാണ്. 2023 പത്മപ്രഭ പുരസ്കാര ജേതാവായത് സുഭാഷ് ചന്ദ്രനാണ്. 2023 ദേവരാജൻ ശക്തിഗാഥ പുരസ്കാര ജേതാവ് M ജയചന്ദ്രനാണ്. 2023 ദേവരാജൻ ശക്തിഗാഥ പുരസ്കാര ജേതാവ് M ജയചന്ദ്രനാണ്. സുകുമാർ അഴീക്കോട് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സുകുമാർ അഴീക്കോട് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ജോർജ് ഓണക്കൂറാണ്. അതുപോലെ 2023 VR കൃഷ്ണയ്യർ പുരസ്കാരം കിട്ടിയത് ഉമ്മൻചാണ്ടിക്കാണ്. പ്രഥമ ഉമ്മൻചാണ്ടി അവാർഡ് കിട്ടിയത് ആർക്കാണ്? മേധാ പട്കർക്കാണ്. 2023 VR കൃഷ്ണയ്യർ പുരസ്കാരം നേടിയത് ഉമ്മൻചാണ്ടിയാണ്. 2022 ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരത്തിന് അർഹനായ മലയാളി ഗവേഷകനാണ് ഡോക്ടർ KT ബിജു. സിവിസ് പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ 2023 സിവിസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് ഡോക്ടർ സുമേഷ് ശശിധരൻ. ഡോക്ടർ സുമേഷ് ശശിധരൻ.
2023 മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് മുരുകൻ കാട്ടാക്കടയ്ക്കാണ്. 2023 മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് മുരുകൻ കാട്ടാക്കടയ്ക്ക്. ഈ വർഷത്തെ ഭരണഭാഷാ പുരസ്കാരങ്ങളിൽ ഏറ്റവും മികച്ച ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മലപ്പുറമാണ്. ഈ വർഷത്തെ ഭരണഭാഷ, ഈ വർഷം എന്ന് ഉദ്ദേശിക്കുന്നത് 2023 ഭരണഭാഷാ പുരസ്കാരങ്ങളിൽ ഏറ്റവും മികച്ച ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മലപ്പുറമാണ്. സാഹിത്യത്തിനുള്ള ഈ വർഷത്തെ JCB പുരസ്കാരം നേടിയ തമിഴ് എഴുത്തുകാരനാണ് പെരുമാൾ മുരുകൻ. ആരാണ്? പെരുമാൾ മുരുകനാണ് JCB പുരസ്കാരം കിട്ടിയത്. തമിഴ് പുസ്തകമായ അലണ്ടപ്പാച്ചിയുടെ ഇംഗ്ലീഷ് വിവർത്തനമായ ഫയർ ബേഡിനാണ് പുരസ്കാരം. സാഹിത്യത്തിനുള്ള ഈ വർഷത്തെ JCB പുരസ്കാരം കിട്ടിയത് തമിഴ് എഴുത്തുകാരനാണ് പെരുമാൾ മുരുകൻ. അദ്ദേഹത്തിന്റെ ആലണ്ടപ്പാച്ചിയുടെ ഇംഗ്ലീഷ് വിവർത്തനമായ ഫയർ ബേർഡ് എന്ന പുസ്തകത്തിനാണ് അവാർഡ് കിട്ടിയത്. ഈ വർഷത്തെ ബുക്കർ സമ്മാനം കിട്ടിയത് ഐറിഷ് സാഹിത്യകാരനാണ് പോൾ ലിഞ്ചിനാണ്. ആർക്കാണ്? പോൾ ലിഞ്ചിനാണ് ഈ വർഷത്തെ ബുക്കർ സമ്മാനം കിട്ടിയത്. ഐറിഷ് സാഹിത്യകാരനാണ് പോൾ ലിഞ്ച്, മറക്കരുത്. ഈ വർഷത്തെ ബുക്കർ സമ്മാനം കിട്ടിയത് ആർക്കാണ്? പോൾ ലിഞ്ചിനാണ്. അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് സോങ് എന്ന നോവലിനാണ് ലഭിച്ചത്. പ്രോഫിറ്റ് സോങ് എന്ന നോവലിനാണ് എന്ത് കിട്ടിയത്? ബുക്കർ സമ്മാനം കിട്ടിയത്. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് ഡോക്ടർ SK വസന്തനാണ്. സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഈ എഴുത്തച്ഛൻ പുരസ്കാരം 2023 ലഭിച്ചത് ഡോക്ടർ SK വസന്തനാണ്. ആർക്കാണ്? ഡോക്ടർ SK വസന്തനാണ്. അപ്പൊ ഇത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകൾ. ഇത് PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ളതാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് SCRT പഠിച്ച് തീർക്കണം, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും PSC ബേസിക്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. നിങ്ങളുടെ സജഷൻസ് കമൻ്റ് ആയിട്ട് അറിയിക്കുക. മറക്കരുത് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും.